ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പെരുന്നാളിൻ്റെ മട്ടൻ മേടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം മട്ടൻ മേടിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ രാജേട്ടനുണ്ട്, സുധീലനുണ്ട്. അപ്പോൾ നമ്മൾ മട്ടനൊക്കെ മേടിച്ചത് ഇവിടെ പാക്ക് ചെയ്തിട്ടുണ്ട്. മട്ടനൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 10 കിലോ മട്ടൻ മേടിച്ചു, 4 കിലോ ബീഫും മേടിച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇപ്രാവശ്യം നമ്മൾ നല്ല അടിപൊളി മട്ടനെ മേടിച്ചിരിക്കുന്നത് കേട്ടോ. 10 കിലോ മട്ടൻ മേടിച്ചു, 4 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം. അതിനുശേഷം നമ്മൾ ലുലുവിലെത്തിയിരിക്കുകയാണ്. നമുക്ക് മട്ടൻ കറിയും ബീഫൊക്കെ വെക്കാൻ വേണ്ടിയുള്ള പച്ചക്കറി വാങ്ങാൻ വേണ്ടി നമ്മൾ ലുലുവിലെത്തി. സുധിയലയൻ തക്കാളി നല്ലത് നോക്കി പെറുക്കിയെടുക്കുകയാണ്. തക്കാളി ലുലു ആണെങ്കിലും ഒരുപാട് ഐറ്റംസൊക്കെ അതിനകത്ത് കേടായ തക്കാളിയൊക്കെ ഉണ്ട്. രാശേട്ടൻ നമുക്ക് വേണ്ട പുതിനയിലയും മല്ലിയിലയും കറിവേപ്പില അങ്ങനെയുള്ള ഐറ്റംസൊക്കെ രാശേട്ടൻ പെറുക്കി കവർന്നതാക്കുകയാണ്. എനിക്കും കുറച്ച് ജോലിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ ഇടയ്ക്ക് നല്ല സവാള നോക്കി സവാളയൊക്കെ പെറുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ വന്ന് തിരഞ്ഞ് നമ്മൾ തന്നെ പെറുക്കിയെടുക്കണം. കാരണം ഇതിനകത്തേക്ക് ഒരുപാട് മോശമായിട്ടുള്ള സവാളകളുമുണ്ട്, നല്ല സവാളയുണ്ട്. അപ്പോൾ നമ്മൾ നല്ലത് നോക്കി പെറുക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുള്ളിക്കൊക്കെ നല്ല വിലയാണ് കേട്ടോ. ഇവിടെ നല്ല വിലയാണ് കൊച്ചുള്ളിക്ക്, സവാള അപേക്ഷിച്ച് നോക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ 1 കിലോ കൊച്ചുള്ളി വാങ്ങിച്ചിട്ടുണ്ട്. സവാളയുടെ കൂടെ തന്നെ നമ്മൾ കറി വെക്കാൻ വേണ്ടി 1 കിലോ കൊച്ചുള്ളി നമ്മൾ വാങ്ങിച്ചു. ഇനി നമുക്ക് വെളുത്തുള്ളി രാശേട്ടൻ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെളുത്തുള്ളി അതേപോലെ തന്നെയാണ്. ഈ വെളുത്തുള്ളിക്കകത്തൊക്കെ ഒരുപാട് കേടായതും ഉണങ്ങിയതും ഒക്കെ വെളുത്തുള്ളിയുണ്ട്. നമ്മൾ സുധിയളിയന ഈ സവാളയുടെ കാര്യം ഒന്ന് വിവരിക്കുകയാണ്. അതായത് സവാള ഉണ്ടെങ്കിലും പക്ഷെ അതിനകത്തൊക്കെ നല്ല സവാളയും കെട്ട സവാളയൊക്കെ ഉണ്ട്. ഇപ്പോൾ സുധിയളിയന അത് ഇങ്ങനെ നമ്മളെ ഒന്ന് കാണിച്ചു തരികയാണ്, എല്ലാവരും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ലുലുവിലായാലും ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും ശരി തന്നെ അവിടെ ഇട്ടിരിക്കുന്ന സവാള നല്ലതും ചീത്തയും എല്ലാം കാണും. അപ്പം നമ്മളത് നല്ലത് നോക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ കൊച്ചുള്ളി കുഴപ്പമില്ല, നല്ല കൊച്ചുള്ളിയാണ്, പക്ഷെ ഭയങ്കര വിലയാണ്. നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിംഗ് പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബില്ലടിച്ചതിന് ശേഷം നമുക്ക് എല്ലാം പാക്ക് ചെയ്ത് നേരെ വണ്ടിയിൽ കയറ്റി നമുക്ക് പോകാം. ഇന്നത്തെ പരിപാടി അങ്ങനെയാണ്. നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലി, നമ്മുടെ പെരുന്നാളിൻ്റെ അന്ന് ഇഡ്ഡലി ആണ് നമ്മുടെ മെയിൻ ഫുഡെന്ന് പറയുന്നത്. അപ്പോൾ ഇഡ്ഡലി വെക്കേണ്ട എല്ലാ പെരുന്നാളിനും ഇഡ്ഡലി വെക്കുന്നത് നമ്മുടെ ലഗീഷും രാശേട്ടുമാണ്. നമ്മുടെ പെരുന്നാളിൻ്റെ ഇഡ്ഡലി ചമ്മന്തി ഉണ്ടാക്കുന്നതിൻ്റെ ആൾക്കാർ അവരാണ്. അപ്പോൾ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വിഷ്ണു ചായയൊക്കെ ഇട്ട് വിഷ്ണു ചായ ഗ്ലാസ്സിനകത്ത് ഓരോരുത്തർക്ക് വേണ്ടി ചായയൊക്കെ ഒഴിച്ച് വെക്കുക. ക്ലാസിക്കേ തനിക്ക എങ്ങനെയുണ്ട് ഇഡ്ഡലി? എങ്ങനെയുണ്ട് ഇഡ്ഡലി? എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ. ആ ഇഡ്ഡലി എങ്ങനെയുണ്ട്? പക്ഷേ ഇഡ്ഡലി സൂപ്പർ. ഓക്കെ. അപ്പോൾ അടുത്ത ഇഡ്ഡലി കഴിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഒന്ന് ഇഡ്ഡലി കഴിച്ച് നോക്കാം. അപ്പോൾ ഇഡ്ഡലി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. നമ്മുടെ ലഗേഷിൻ്റെ ഇഡ്ഡലിയാണ്, സൂപ്പർ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയും ചമ്മന്തിയാണ് നമ്മുടെ ഫേവറേറ്റ് ഭക്ഷണം. അലീക്കയും കഴിച്ചു തീർന്നു. അലീക്കയും സൂപ്പർ അഭിപ്രായം പറഞ്ഞു. നൈമനും രാജേഷ് വന്നിരിക്കുകയാണ് ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട്. നൈമനും രാജേഷും പറഞ്ഞു ഇഡ്ഡലി കൊള്ളാം, സൂപ്പറാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഷാലു സാറ് വന്നിട്ടുണ്ട്. ഷാലു സാറും ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷാലു സാറും കൊള്ളാമെന്ന് പറഞ്ഞു, നല്ല അഭിപ്രായം പറഞ്ഞു. സുധീഷ് അളിയനും വന്നു. സുധീഷ് അളിയനും ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ കിഷോർ സാറ് വന്നു. സാറും ഇഡ്ഡലി കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ഭാസ്കർ സാറ് വന്നു. സാറ് അപ്പോൾ നമ്മുടെ പെരുന്നാൾ പരിപാടിയുടെ ബാക്കി ബിരിയാണി വെക്കുന്നതും നമ്മൾ മട്ടൻ കറി വെക്കുന്നതും പിന്നെ ബീഫ് കറി വെക്കുന്നത്, അങ്ങനെ രസകരമായ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ